നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോട്ടട, കടങ്ങളൊക്കെ വീട്ടണം. അതിനേക്കാളും വലിയ മനസ്സമാധാനം വേറൊന്നുമില്ലല്ലോ. ഹരി, എന്റെ മോള് കാണിച്ച അബദ്ധമാ. അത് തിരുത്തേണ്ടത് നീയല്ലല്ലോ, ഞാനല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പണം ലോൺ എടുക്കാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചല്ലേ അമ്മാവ. അതൊക്കെ അങ്ങ് വിട്ടേക്കമ്മാവ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഒരു തവണ കൂടി ആ സിനിമാക്കാരുടെ ഓഫീസ് വരെ പോവാം. അവര് നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നീ തലയാട്ടിങ്ങ് പോകുന്നല്ലേ ഉള്ളൂ. എന്ത് കാര്യത്തിനും ഒരു മര്യാദയില്ലേ? ഒന്നുപോയി സംസാരിച്ചാല് അയാൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ? വിട്ടുവീഴ്ചയൊന്നും ചെയ്യില്ല. അയാൾ വാശിയില്ല. പിന്നെ നമ്മളിപ്പോ തർക്കിച്ചാൽ എന്താ സംഭവിക്കുക? അവര് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. പിന്നെ നമ്മള് വീണയും കൂടെ കോടതി കൊണ്ട് ചെല്ലണ്ടേ? ഇനിയിപ്പോ കോടതി ചെന്ന് നിന്നാലും വീണ നമ്മുടെ ഭാഗത്തായിരിക്കും എന്താ ഉറപ്പ്? അവളെ തല്ലി കൊന്നിട്ടായാലും അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. അമ്മാവ, ഞാനിപ്പോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയാ. സമാധാനം പോലും ഈ കുടുംബത്തിലാ? ഹരി, രണ്ടിനും കൂടി ഞാൻ പറഞ്ഞ വില നടക്കൂ. വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അത് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. സുധിയേട്ടാ, ഒരവസരം കിട്ടിയപ്പോ അതങ്ങ് മുതലാക്കരുത്. ഇല്ല വേണു, കാര്യം ഏൽപ്പിച്ചപ്പോ ഞാൻ ഹരിയോട് പറഞ്ഞിരുന്നു, മാർക്കറ്റ് വില എന്താന്ന് വെച്ചാ അതിനേക്കാൾ അല്പം കൂടുതൽ കൊടുക്കാമെന്ന്. ഇപ്പൊ തരുന്നതും അങ്ങനെ തന്നെയാ. നിത്യേന പുതിയ വണ്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് പഴയ വണ്ടികൾക്ക് മാർക്കറ്റില്ല. രജിസ്ട്രേഷന്റെ പേപ്പറൊക്കെ നാളെ ഞാൻ ഒപ്പിട്ട് വാങ്ങിക്കോളാം. ഹരി, ഇപ്പൊ ഇത് പിടിക്കേ. ശരി ജോൺസാ, നീ വണ്ടി എടുക്ക്. സുധീഷേട്ടാ, വണ്ടി ആർക്കെങ്കിലും കച്ചവടമാക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം. അപ്പോഴേക്കും എൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് തിരിച്ചെടുക്കാമല്ലോ. എനിക്ക് പറ്റിയ ഞാനിത് തിരിച്ചെടുക്കാം, ചേട്ടന്റെ ലാഭം തന്നിട്ട്. അല്ലെങ്കിൽ പോട്ടെ. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ ഹരിയെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ടേ ആർക്കെങ്കിലും കൊടുക്കൂ. ഇപ്പോ ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ശരി. സഹിക്കാൻ പറ്റുന്നില്ല അല്ലടാ? സഹിച്ചല്ലേ പറ്റൂ. എന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ട് ഒരുത്തിയും മുണിക്കാത്ത സമാധാനം ഇരിപ്പുണ്ടല്ലോ. അവളെ ഇന്ന് ഞാൻ അമ്മാവൻ എന്താ കാണിക്കാൻ പോകുന്നത്? ഇക്കാര്യമൊന്നും പറഞ്ഞാൽ അവക്ക് മനസ്സിലാവില്ല.
അവളെ സംബന്ധിച്ച് അവളുടെ സ്വപ്നങ്ങളൊക്കെ തല്ലി തകർത്ത വില്ലന്മാരാ നമ്മളൊക്കെ. ബഹളമൊന്നും വേണ്ട. അയൽവക്കക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ ശാന്തതയും സന്തോഷവും പറഞ്ഞിരുന്ന അയൽക്കാർക്ക് ഇപ്പൊ പറയാനുള്ള കഥകൾ മറ്റു പലതുമാ. നമ്മളിനി അതിന് വഴിവെച്ചു കൊടുക്കണ്ട. അവൾ അബദ്ധം കാണിച്ചു. പക്ഷേ അവളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. சரவணம் வாங்க. ശരവണ, എല്ലാവരും ഉണ്ടോ ഇവിടെ? രഘു സാറ് വെളി പോയിരിക്കെ, ബാക്കി എല്ലാരും ഇരിക്കെ. ഇവര് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാ. எனக்கு தெரியும் எல்லாரையும். வாங்க வாங்க உள்ள உட்காரலாம். வாங்க உட்காருங்க உட்காருங்க உட்காருங்க. ഇരിക്കെ. காலையில என்ன இருக்கு? அம்மா இது யாரெல்லாம் வந்தது பாருங்க. ഇരിക്കൂ, എല്ലാരും ഇരിക്കൂ. എന്തുണ്ട് പണിക്കരെ വിശേഷം? രഘുസാറ് പുറത്തു പോയിരിക്കാനല്ലേ? രഘുവേട്ടൻ കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടോ? നല്ല ചോദ്യം. അസോസിയേഷന്റെ വാർഷികത്തിനപ്പുറത്ത് നമുക്ക് എന്ത് വിശേഷം? ഇവിടെ കല്യാണവും തിരക്കൊക്കെ ആയതുകൊണ്ട് സുജാത മേഡത്തിന് ഞങ്ങൾ ലീവ് തന്നതല്ലേ എന്ന് കരുതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞ അല്പം പരിഭവം കിട്ടോ? കേട്ടോ ആന്റി, ആന്റിക്ക് ലീവ് തന്നതിന് പകരമായി എന്നെയാ ഇവര് പല ചാർജുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പെട്ടൂന്ന് പറഞ്ഞാ മതിയല്ലോ. എത്ര കാലമെന്ന് വെച്ചാ നമ്മൾ ഇങ്ങനെയല്ലേ ഏറ്റെടുത്ത് നടത്തുന്നത്? പിള്ളേരങ്ങ് നടത്തട്ടേന്നേ. ഞാനിന്ന് ചായ എടുക്കാം. അയ്യോ വേണ്ട, ചായയൊന്നും വേണ്ട. കുറുപ്പ് സാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇനി നടക്കില്ല. അല്ല, എന്താ ഈ നമ്മുടെ ഗസ്റ്റിന്റെ കാര്യം? അത് സാറയല്ലേ പറയേണ്ടത്. ആന്റി, ഞാൻ 3-4 പേരെ കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ആരും കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രോഗ്രാമിന് സർപ്രൈസ് ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ടാവും. ആ കാര്യത്തില് മാറ്റമൊന്നുമില്ല. അതൊക്കെ സാറയുടെ തലവേദനയാ. മേഡത്തിനോട് വേറൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.